എന്തായാലും ഇത്രയൊക്കെ ചെയ്തല്ലേ, നോക്കട്ടെ. കയറിക്കോ. ഒരു മിനിറ്റ്. ചെല്ല്. ആദ്യം വരാൻ ഒപ്പിടും, സാക്ഷി രണ്ടാമത് മതി. ആദി, ശരണ്യെ സ്വന്തമാക്കാൻ പറ്റുമെന്ന് ഈ ജന്മത്തിൽ ഞാൻ വിചാരിച്ചതല്ല. നീർത്തം കൂടുതലോണ്ട് മാത്രമാണ് ഈ നടപടിയായത്. ഇടി നാശി പിടിച്ചവളെ, മര്യാദക്ക് ഞങ്ങളുടെ കൂടെ വന്നോണം. വരാനാ പറഞ്ഞത്. അമ്മേ, വിട്. അമ്മേ, വിട്. വരാൻ. ഒരു മിനിറ്റ്, അങ്ങനെ ഒരാളെ ഫോഴ്സ് ചെയ്യല്ലേ. ഇതേ ഞാനും എന്റെ മകളും തമ്മിലുള്ള കാര്യോ. നീ ആരാടെ ഇടയ്ക്ക് കയറാൻ? ശരണ്യ സ്വന്തം മോളൊക്കെ തന്നെ സമ്മതിച്ചു. പക്ഷെ ആ മോള് ഇപ്പൊ വേറൊരാളുടെ ഭാര്യ, വൈഫ്. ദേ കണ്ടില്ലേ, പൂമാല, താലി. ആ താലി ഒന്ന് കാണിച്ചു കൊടുക്കുന്നേ. ആന്റി ഒന്ന് കാണട്ടെ. ആന്റി, സിറ്റുവേഷൻ എനിക്ക് മനസ്സിലായി. പക്ഷേ ഈ നിൽക്കുന്നവരുടെ ധൈര്യത്തിൽ ഇവിടെ അൽക്കുലത്ത് പരിപാടി വല്ലത് ഇറക്കിയ പണി കിട്ടും. നിന്റെ ഭീഷണിയൊന്നും എന്നോട് വേണ്ട. അയ്യോ, ഭീഷണിയൊന്നുമല്ല. ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന പ്രൊട്ടക്ഷൻ ശരണിക്ക് കിട്ടും. അതാ പറഞ്ഞത്. അമ്മ സോറി അമ്മ, അമ്മ ഞങ്ങളെ വെറുക്കരുത്. മിണ്ടരുത് നീ ഇനി. എനിക്ക് നിനക്ക് ഇടയിലുള്ള എല്ലാ ബന്ധങ്ങളും ഇവിടെ കഴിഞ്ഞു. വിനോദിനിക്ക് ഇനി ഇങ്ങനൊരു മകള് വേണ്ട. അപ്പോ നീയാണല്ലേ ഇതിന്റെയൊക്കെ സൂത്രധാരൻ? ആ, സൂത്രത്തിലൊരു കല്യാണം നടത്തി കൊടുത്ത സ്ഥിതിക്ക് സൂത്രധാരൻ എന്ന് വേണമെങ്കിൽ പറയാം. ഈ തമാശയും ചിരിയൊക്കെ ഒരു ദിവസം മാറും. ഇതുപോലൊരു ദിവസം നിന്റെ ജീവിതത്തിൽ ഉണ്ടാവും. ഒരു പെണ്ണിന്റെ കഴുത്തിൽ നീ താലി ചാർത്തുന്ന ദിവസം. ആ താലി മാത്രമേ ആ കഴുത്തിൽ ഉണ്ടാവൂ. അവളിൽ നിന്നും ഒരു ഭാര്യയുടെ സുഖമോ സന്തോഷമോ നിനക്ക് കിട്ടില്ല. സന്തോഷം നിറഞ്ഞൊരു ദാമ്പത്യ ജീവിതം നിനക്ക് ഒരു കാലത്തും ഉണ്ടാവില്ല. നിനക്ക് മാത്രമല്ല, നിന്റെ പ്രിയപ്പെട്ടവർക്കും അത് തന്നെയാടാ വിധി. ഉള്ളു നീറുന്നൊരു അമ്മയുടെ ശാപമാടാ ഇത്. അത് വെറുതെ പോവില്ല. ഓ ആന്റി, സ്റ്റോപ്പ്. ലൈഫിൽ ഫസ്റ്റ് ടൈം എനിക്കൊരു ശാപം കിട്ടുന്നത്. സംഭവം കൊള്ളാം, പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ലൈഫ് ലോങ് സിംഗിൾ പേഴ്സൺ ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഈ ശാപം പാഴായി പോയല്ലോ ആന്റി. അതെ, കാലം തെളിയിച്ചോളൂ. എന്റെ അമ്മോ, ഒരു തെലുങ്ക് പടം കണ്ട ഫീല്. ആ ആളിയാ ജോ, പറ എന്തായി? ആദി, നീ ഇതെവിടെയാ? ഞങ്ങളൊക്കെ എപ്പോഴും എത്തി. അതെ, നമ്മുടെ എൻട്രൻസ് എക്സാം ഇന്നാണെന്ന് വല്ല ബോധമുണ്ടോ നിനക്ക്? ഉണ്ടല്ലോ, ഞാൻ ദേ വരുവാ. ആ, നന്നായി പോയി. നിന്റെ സമയത്ത് വന്നു കയറിയല്ലേ. എക്സാം എഴുതാൻ പോയിട്ട് അയാൾ നിന്നെ ഈ പരിസരത്ത് അടുപ്പിക്കത്തില്ല. ആര്?
ആ സുധീർ സാറ് ഇൻവിജിലേറ്റർ അങ്ങേരാ. ആള് ഭയങ്കര സ്ട്രിക്റ്റാ, അറിയാലോ. എക്സാമിന്റെ ആദ്യത്തെ മണിനാഥം മുഴങ്ങും മുമ്പ് ഈ ആദിത്യൻ അവിടെ എത്തിയിരിക്കും. നീ ആറാം തമ്പരം കളിക്കാതെ പെട്ടെന്ന് വരാൻ നോക്ക്. ഓക്കേ. ഇവിടെ ആളിറങ്ങാനോട്ടോ. അയ്യോ 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 ചേട്ടാ, ഇവിടെ ആളിറങ്ങാനുണ്ട്. പോവാം. ചേട്ടാ, ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് പോവാൻ ഇവിടെ നിന്നാ മതി. ഇനി 10:30 ബസ്സുള്ളൂ. ഇപ്പൊ തന്നെ മണി 9:15. 10 മുന്നേ എത്തില്ലെങ്കിൽ പരീക്ഷ എഴുതാൻ പറ്റില്ലല്ലോ. അപ്പോഴാ ഇനി 10:30 ബസ്. ഇനി എന്ത് ചെയ്യും എന്റെ ദൈവമേ? ശ്ശേ, എന്തൊരു കഷ്ടം. അയ്യേ. ദാ. ഇവളെ എടി, എന്താ മര്യാദകൾ കാണിക്കുന്നെ? തനിക്ക് എന്റെ മേലെ ചെളി തെറിപ്പിച്ചെന്ന് സമാധാനം പറഞ്ഞിട്ട് താൻ പോയാ മതി. ചെളിയല്ലേ, സാരമില്ല, അത് കഴുകിയ പോവാന്നേ ഉള്ളൂ. ആഹാ, സാരമില്ലെന്ന് താനാണ് തീരുമാനിക്കുന്നത്. ബൈക്കും കൊണ്ട് ഇറങ്ങിയിരിക്കുന്നു. തന്റെ മുഖത്ത് എന്താടോ കണ്ണില്ലേ? ദേ ഉണ്ടല്ലോ 2 ഉണ്ട കണ്ണുകള്. എന്നിട്ടാണോ പ്രാന്ത എന്നെ ഈ കോലത്തിലാക്കിയത്? പ്രാന്തന്നിന്റെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. സ്ത്രീകളെ റെസ്പെക്ട് ചെയ്യുന്നോട് മാത്രം നിന്റെ സ്റ്റാൻഡേർഡിൽ ഞാൻ മറുപടി പറയുന്നില്ല. ഒരു സ്റ്റാൻഡേർഡ്. എടി എടി, 10 മണിക്ക് എനിക്ക് പരീക്ഷയ്ക്ക് എത്തിയേ പറ്റൂ. അല്ലായിരുന്നെങ്കിൽ നിന്നെ ഞാൻ ഇന്ന് പൊളിച്ചടിക്കാനേ. കേട്ടോ? അതെ അതെ, എന്താടി? 10 മണിക്ക് എൻട്രൻസ് എക്സാം ആണോ യൂണിവേഴ്സിറ്റിയില്? അതെ. എന്തേ? ഞാനും അങ്ങോട്ടാ. അയിന് തന്നോട് ക്ഷമിക്കാൻ ഞാൻ തയ്യാറാ. എന്തോ മനസ്സിലായില്ല. അല്ല, താൻ എന്റെ ദേഹത്ത് ചെളി തെറിപ്പിച്ചില്ലേ, അത് ക്ഷമിക്കാൻ ഞാൻ റെഡിയാ. എന്തിന്? എനിക്കും പരീക്ഷ എഴുതാനുള്ളതാ. അടുത്ത ബസ് 1 മണിക്കൂർ കഴിഞ്ഞേ വരൂ. എന്നും കൂടി ഒന്ന് കൊണ്ടുപോവോ പ്ലീസ്? എന്തായാലും ഇത്രയൊക്കെ ചെയ്തല്ലേ, നോക്കട്ടെ. കേറിക്കോ. ഒരു മിനിറ്റ്. ഇതുപോലൊരു ദിവസം നിന്റെ ജീവിതത്തിൽ ഉണ്ടാവും. ഒരു പെണ്ണിന്റെ കഴുത്തിൽ നീ താലി ചാർത്തുന്ന ദിവസം. ആ താലി മാത്രമേ ആ കഴുത്തിൽ ഉണ്ടാവൂ. അവളിൽ നിന്നും ഒരു ഭാര്യയുടെ സുഖമോ സന്തോഷമോ നിനക്ക് കിട്ടില്ല.